ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലൻറ്റ് ഹണ്ട്. കൂട്ടുകാരി, ഇന്ന് 5ാം ക്ലാസ്സിന് കൈറ്റി വിക്ടേഴ്സിൽ സോഷ്യൽ സയൻസ് ആയിരുന്നു, സാമൂഹ്യശാസ്ത്രം. ടീച്ചർ ഇന്ന് പുതിയൊരു പാഠമെടുത്തു. നമ്മുടെ 7ാമത്തെ പാഠമായ ചേഞ്ചസ് ബ്രോഡ് ബൈ അയൺ, ഇരുമ്പൊരുക്കിയ മാറ്റങ്ങൾ. കൂട്ടുകാരി, ഇത് പ്രാചീന ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു മാപ്പാണ്, ഒരു ഭൂപടമാണ്. ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നദികൾ ഏതെല്ലാം? Which are the rivers marked in the given map? ഏതൊക്കെയാണ്? സിന്ധു, ഇൻഡസ്, ജലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ്, ഗംഗ. ഇത്രയും നദികളാണ് ഈ ഒരു മാപ്പിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്, അടയാളപ്പെടുത്തിയിട്ടുള്ളത്. കൂട്ടുകാരി, ഇനി ടീച്ചർ പറഞ്ഞിട്ടുള്ളത് 4 ദിക്കുകളും 4 ദിശകളും ഡയറക്ഷൻസും 4 ഉപദിക്കുകളുമാണ്, 4 സബ് ഡയറക്ഷൻസുമാണ്. പ്രധാനപ്പെട്ട 4 ഡയറക്ഷൻസ് ഏതൊക്കെയാണ്? വടക്ക് നോർത്ത്, കിഴക്ക് ഈസ്റ്റ്, തെക്ക് സൗത്ത്, വെസ്റ്റ് പടിഞ്ഞാറ്. ഇതാണ് 4 പ്രധാനപ്പെട്ട ഡയറക്ഷൻസ്, ദിക്കുകൾ. ഇനി നമുക്ക് ഉപദിക്കുകൾ, സബ് ഡയറക്ഷൻസ് പരിചയപ്പെടാം. വടക്ക് കിഴക്ക് നോർത്ത് ഈസ്റ്റ്, തെക്ക് കിഴക്ക് സൗത്ത് ഈസ്റ്റ്, തെക്ക് പടിഞ്ഞാറ് സൗത്ത് വെസ്റ്റ്, വടക്ക് പടിഞ്ഞാറ് നോർത്ത് വെസ്റ്റ്. ഇതൊക്കെയാണ് 4 ഉപദിക്കുകൾ. ഇതിൻ്റെ ചോദ്യമാണ്, വിച്ച് among these rivers flow through the north west region of India? ഈ ഭൂപടത്തിൽ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് പ്രദേശത്തുള്ള നദികൾ ഏതെല്ലാം? നോക്കൂ, വടക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഇൻഡസ്, രവി, ജലം, സത്ലജ്, ചിനാബ്, ബിയാസ്. ഇതൊക്കെയാണ് ഇന്ത്യയുടെ ഈ ഭൂപടത്തിൽ വടക്ക് പടിഞ്ഞാറ് പ്രദേശത്തുള്ള നദികൾ, അല്ലേ? കൂട്ടുകാരി, പിന്നെ ടീച്ചർ പറഞ്ഞു ആര്യന്മാരെ കുറിച്ചാണ്, അല്ലേ? ആര്യന്മാരെ കുറിച്ചാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ വടക്ക് പടിഞ്ഞാറ് പ്രദേശത്തുള്ള നദികൾ പറഞ്ഞു, അത് ഏതൊക്കെയാണ്? അത് സിന്ധുവും അതിൻ്റെ പോഷക നദികളുമാണ് വടക്കു പടിഞ്ഞാറ് പ്രദേശത്തുള്ള നദികൾ. നമ്മൾ മുൻപ് ചർച്ച ചെയ്ത ഹാരപ്പൻ സംസ്കാരം വളർന്നു വന്നത് ഈ നദീതടങ്ങളിലായിരുന്നു, അല്ലേ? ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ, ഹാരപ്പൻ സിവിലൈസേഷൻ്റെ മറ്റൊരു പേരാണ് സിന്ധു നദീതട സംസ്കാരം, ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഹാരപ്പൻ സംസ്കാരം ഉടലെടുത്തത് സിന്ധു നദീതട തീരത്താണ്. അതുകൊണ്ടാണ് ഹാരപ്പൻ സംസ്കാരം സിന്ധു നദീതട സംസ്കാരം എന്നറിയപ്പെടുന്നത്. ഏകദേശം 3500 വർഷങ്ങൾക്ക് മുൻപ് ആര്യന്മാരെന്നറിയപ്പെടുന്ന ഒരു ജനവിഭാഗം ഈ പ്രദേശത്ത് കുടിയേറി. സിന്ധുവും അതിൻ്റെ പോഷക നദികളുടെയും ആ ഒരു പ്രദേശത്ത് ഏകദേശം 3500 വർഷങ്ങൾക്ക് മുൻപ്, എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ആര്യന്മാരെന്ന് അറിയപ്പെടുന്ന, ആര്യന്മാരെന്ന പേരുള്ള ഒരു ജനവിഭാഗം ആ പ്രദേശത്ത് കുടിയേറി താമസം ആരംഭിച്ചു. വേദങ്ങളിൽ നിന്നാണ് ഇവരെക്കുറിച്ച് വിവരം ലഭിക്കുന്നത്. വേദങ്ങൾ നമുക്കറിയാം, 4 വേദങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ഇനി പറയും. അപ്പം വേദങ്ങളിൽ നിന്നാണ് നമുക്ക് ഇവരെക്കുറിച്ചുള്ള കിട്ടിയത്, ഐഡിയ കിട്ടിയത്, ഇവരെക്കുറിച്ചുള്ള വിവരം കിട്ടിയത്. വേദഭാഷ സംസ്കൃത ഭാഷയാണ്. വേദങ്ങളെല്ലാം രചിച്ചത് സംസ്കൃത ഭാഷയിലാണ്, സംസ്കൃത. പിന്നെയോ വേദങ്ങൾ വാമൊഴിയായാണ് ആദ്യകാലങ്ങളിൽ പ്രചരിച്ചിരുന്നത്. വാമൊഴി എന്ന് പറഞ്ഞാൽ പറഞ്ഞ് പ്രചരിപ്പിക്കുക, ലിഖിത രൂപമല്ലായിരുന്നു, വാമൊഴിയായിരുന്നു. വേദങ്ങളിൽ പരാമർശിച്ചിരുന്ന മനുഷ്യജീവിതം നിലനിന്നിരുന്ന കാലം വേദകാലം എന്നറിയപ്പെടുന്നു. ഓക്കെ, ആ കാലത്ത് ജീവിച്ചിരുന്ന, അതായത് വേദകാലങ്ങളിൽ പരാമർശിച്ചിരുന്ന മനുഷ്യജീവിതം, ഹ്യൂമൻ ലൈഫ് നിലനിന്നിരുന്ന കാലമാണ് വേദകാലം, വേദിക് പീരീഡ് എന്നറിയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു വേദങ്ങളിൽ നിന്നാണ് ആര്യന്മാരെ കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത് എന്ന്. ഇനി വേദകാലം എന്താണെന്ന് പറഞ്ഞു. വേദങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന മനുഷ്യജീവിതം നിലനിന്നിരുന്ന കാലമാണ് വേദകാലം എന്നറിയപ്പെടുന്നത്. വേദിക് പീരീഡ്, the period during which the human life as depicted in the Vedas existed, is known as the Vedic period. ഓർത്തു വയ്ക്കുക. പിന്നെ ടീച്ചർ ചെറിയൊരു വർക്ക്ഷീറ്റ് നൽകിയിട്ടുണ്ടായിരുന്നു, അല്ലേ? ഏകദേശം 3500 വർഷങ്ങൾക്ക് മുൻപ് സിന്ധു നദീതട പ്രദേശത്ത് കുടിയേറി പാർത്ത ജനവിഭാഗം ഇത്. And the group of people who were migrated to the Indus Valley region around 3500 years ago. ആരാണ്? ആര്യന്മാർ, ആര്യൻസ്. ആര്യന്മാരാണ്
3500 വർഷങ്ങൾക്ക് മുൻപ് സിന്ധു നദീതട പ്രദേശത്ത് കുടിയേറി പാർത്തത്. ആര്യന്മാരെ കുറിച്ച് വിവരം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഫ്രം വിച്ച് സോഴ്സസ് വി ഗോട്ട് ദ ഇൻഫോർമേഷൻ അബൌട്ട് ആര്യൻസ്? എവിടെ നിന്നാണ്? അത് വേദങ്ങളിൽ നിന്നാണ്. വേദങ്ങളിൽ നിന്നാണ് ആര്യന്മാരെ കുറിച്ച് വിവരം ലഭിക്കുന്നത്. ഫ്രം വേദാസ് വിച്ച് സോഴ്സസ് വി ഗോട്ട് ദ ഇൻഫോർമേഷൻ അബൌട്ട് ആര്യൻസ്. അടുത്ത ചോദ്യം ഇതാണ്. ആ കാലഘട്ടം അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ദ പീരീഡ് ഇസ് നോൺ ആസ്. പറയൂ. വേദകാലം, വേദിക് പീരീഡ്. കൂട്ടുകാരി, ഈ ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കൂ. ഈ ഫ്ലോ ചാർട്ടിലൂടെ നമുക്ക് എന്തെല്ലാം മനസ്സിലാക്കാം? എന്തെല്ലാം വിവരങ്ങളാണ് ഈ ചാർട്ടിൽ നിന്നും ലഭിക്കുന്നത്? BC 1500 മുതൽ BC 600 വരെയുള്ള കാലമാണ് വേദകാലം, അല്ലേ? ഓർത്ത് വയ്ക്കണം. BC 1500 മുതൽ BC 600 വരെയുള്ള കാലമാണ് വേദകാലം. വേദകാലത്തെ ഋഗ്വേദം, പിൽക്കാല വേദകാലം എന്നിങ്ങനെ തരം തിരിച്ചിരിക്കുന്നു. വേദകാലത്തെ രണ്ടാക്കി തരം തിരിച്ചിരിക്കുന്നു. ഋഗ്വേദകാലം, പിൽക്കാല വേദകാലം, അങ്ങനെ രണ്ടാക്കി തിരിച്ചിരിക്കുന്നു. ആദ്യം രചിച്ച വേദം ഋഗ്വേദമാണ് ആദ്യം രചിച്ച വേദം. ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന ജീവിതം നിലനിന്ന കാലം ഋഗ്വേദകാലം എന്നറിയപ്പെട്ടു. BC 1500 മുതൽ BC 1000 വരെയുള്ള കാലമാണ് ഋഗ്വേദകാലം. സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിവയിൽ പരാമർശിക്കുന്ന ജീവിതം നിലനിന്നിരുന്ന കാലം പിൽക്കാല വേദകാലം എന്ന് അറിയപ്പെടുന്നു. സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിങ്ങനെ 3 വേദങ്ങളിൽ പരാമർശിക്കുന്ന ജീവിതം നിലനിന്നിരുന്ന കാലമാണ് നമ്മൾ പിൽക്കാല വേദകാലം എന്ന് പറയുന്നത്. BC 1000 മുതൽ BC 600 വരെയുള്ള കാലമാണ് പിൽക്കാല വേദകാലം. BC 1000 മുതൽ BC 600 വരെയുള്ള കാലമാണ് പിൽക്കാല വേദകാലം. What information do you obtain from the chart? The period between 1500 BC and 600 BC is known as the Vedic period. 1500 BC മുതൽ 600 BC വരെയുള്ള കാലഘട്ടമാണ് വേദിക് പീരീഡ്, വേദിക് കാലഘട്ടം എന്നറിയപ്പെടുന്നത്. വേദിക് പീരീഡ് is divided as Rigvedic period and later Vedic period. വേദിക് പീരീഡ്, വേദകാലഘട്ടം രണ്ടായി തിരിച്ചിരിക്കുന്നു. ഋഗ്വേദ കാലഘട്ടവും പിൽക്കാല വേദകാലഘട്ടവും. ഋഗ്വേദ ഇസ് ദ ഏർലിയസ്റ്റ് എമംഗ് ദ വേദ. വേദങ്ങളിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്നത് ഋഗ്വേദിയാണ്. ഏറ്റവും ആദ്യം രചിച്ചത് ഋഗ്വേദിയാണ്. The period of human life described in the Rig Veda is known as the Rigvedic period. The period between 1500 BC and 1000 BC is known as the Rigvedic period. The period of human life described in the Samaveda, Yajurveda and Atharvaveda is known as the later Vedic period. The period between 1000 BC and 600 BC is known as the later Vedic period. Okay. ഋഗ്വേദ കാലത്തെ ആര്യന്മാരുടെ ജീവിതത്തെക്കുറിച്ച് ചരിത്രകാരനായ A.L. ഭാഷാം പറയുന്നത് ശ്രദ്ധിക്കും. കർഷകർ പ്രാർത്ഥിച്ചത് കാലികളെ കിട്ടാനായിരുന്നു. യോദ്ധാക്കൾ യുദ്ധം ചെയ്തത് കന്നുകാലികളെ പിടിച്ചെടുക്കാനായിരുന്നു. പുരോഹിതന്മാർ യാഗങ്ങൾ നടത്തിയത് കന്നുകാലികളെ പ്രതിഫലമായി ലഭിക്കാനായിരുന്നു. ഒന്നും കൂടി നോക്കാം. കർഷകർ പ്രാർത്ഥിച്ചത് കാലികളെ കിട്ടാനായിരുന്നു. യോദ്ധാക്കൾ യുദ്ധം ചെയ്തത് കന്നുകാലികളെ പിടിച്ചെടുക്കാനായിരുന്നു. പുരോഹിതർ യാഗങ്ങൾ നടത്തിയത് കന്നുകാലികളെ പ്രതിഫലമായി ലഭിക്കാനായിരുന്നു. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അന്ന് കന്നുകാലികൾക്ക് അവർ വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. The farmers prayed for the increase of cattle. The warriors expected cattle as booty, and the sacrificial priest was rewarded with cattle for his service. എന്തുകൊണ്ടായിരിക്കും ആ കാലഘട്ടത്തിൽ കന്നുകാലികൾക്ക് ഇത്ര പ്രാധാന്യം ലഭിച്ചത്? What could be the reason for giving such importance to cattle during that period? എന്തുകൊണ്ടായിരിക്കും? ഋഗ്വേദ കാലത്തെ സമ്പത്ത് എന്ന് പറയുന്നത് കന്നുകാലികളായിരുന്നു. ഋഗ്വേദ കാലത്തെ സമ്പത്ത് എന്തായിരുന്നു? കന്നുകാലികളായിരുന്നു, കാറ്റിൽ.
ജനങ്ങളുടെ പ്രധാന തൊഴിൽ കന്നുകാലി വളർത്തലായിരുന്നു. അവിടെയുള്ള ജനങ്ങളുടെ ഋഗ്വേദ കാലത്ത് ജീവിച്ചിരുന്ന ജനങ്ങളുടെ പ്രധാന തൊഴിൽ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് കന്നുകാലി വളർത്തൽ, കാറ്റിൽ റിയറിംഗ് ആയിരുന്നു. കാറ്റിൽ were considered as the most important form of wealth during the Rigvedic period. The main occupation was cattle rearing. കൂട്ടുകാരി, ടീച്ചർ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അവരുടെ പ്രധാന കാർഷിക വിള ബാർലി ആയിരുന്നു. ദിയർ മെയിൻ ക്രോപ്പ് വാസ് ബാർലി. നമുക്ക് മനസ്സിലാക്കാം, അവർ കൃഷിയും ചെയ്തിരുന്നു. കന്നുകാലി വളർത്തൽ കൂടാതെ അവർ കൃഷിയിലും ഏർപ്പെട്ടിരുന്നു. കാലികളെ മേച്ചു നടന്ന ആര്യന്മാരുടെ കൂട്ടം ഗോത്രം എന്നറിയപ്പെട്ടു. ദ ഗ്രൂപ്പ്സ് ഓഫ് ആര്യൻസ് who reared cattle were known as tribes. അപ്പോൾ കാലികളെ മേച്ചു നടന്ന ആര്യന്മാരുടെ കൂട്ടം ഗോത്രം എന്നറിയപ്പെടുന്നു, ട്രൈബ്സ്. ഓർത്ത് വയ്ക്കുക. ഓരോ ഗോത്രത്തിൻ്റെയും തലവൻ രാജൻ എന്നറിയപ്പെട്ടു. ദ chieftain of each tribe was known as രാജൻ. അപ്പോൾ കന്നുകാലികളെ മേച്ചു നടന്ന ആര്യന്മാരുടെ കൂട്ടം ഗോത്രം എന്നറിയപ്പെടുന്നു. ഓരോ ഗോത്രത്തിൻ്റെയും തലവന്, അതായത് ആ ഗോത്രത്തിൻ്റെ രാജാവ് രാജൻ എന്ന് അറിയപ്പെട്ടു. ഓക്കെ. കീഴടക്കപ്പെട്ടവർ ദാസന്മാരെന്നും ദസ്യക്കുകൾ എന്നും അറിയപ്പെട്ടു. ദ സബ്ജുഗേറ്റഡ് പീപ്പിൾ were known as ദാസാസ് ഓർ ദാസ്യസ്. ജനങ്ങളുടെ പ്രധാന ആരാധനാ മൂർത്തികൾ. ഇനി നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് ജനങ്ങളുടെ പ്രധാന ആരാധനാ മൂർത്തികളാണ്. ഋഗ്വേദ കാലത്തെ ജനങ്ങൾ ഇന്ദ്രൻ, വരുണൻ, അഗ്നി എന്നീ ദേവന്മാരെയും അതിഥി, ഉഷസ് തുടങ്ങിയ ദേവതമാരെയും ആരാധിച്ചിരുന്നു. ഏതൊക്കെ ദേവന്മാരെയാണ് അവർ ആരാധിച്ചിരുന്നത്? ഇന്ദ്രൻ, വരുണൻ, അഗ്നി. ദേവതമാരോ? അതിഥി, ഉഷസ. Idols worshipped by the people. During the Rigvedic period, people worshipped the gods such as Indra, Varuna and Agni, and goddesses such as Aditi and Ushas. അടുത്തതായി മൺപാത്രത്തെ കുറിച്ച് പറയുന്നു. അവർ ഉപയോഗിച്ചിരുന്ന മൺപാത്രമാണ് ഇത്. ഇത് ചാരനിറത്തിലാണ് ഉള്ളത്. During the Rigvedic period, cattle were considered to be the most important form of wealth. The main occupation was cattle rearing. People were also engaged in agriculture. The main crop was barley. The groups of Aryans who reared cattle were known as tribes. The chieftain of each tribe was known as Rajan. The tribes fought each other for the possession of cattle. There were battles among the different Aryan tribes as well as between the Aryans and the non-Aryans. The Aryans possessed horses and weapons made of copper and bronze. With the advantage of these, they conquered the non-Aryans. The subjugated people were known as Dasas or Dasyas. Aryans captured the cattle of the defeated non-Aryans. ഋഗ്വേദ കാലത്തെ സമ്പത്ത് കന്നുകാലികളായിരുന്നു. ജനങ്ങളുടെ പ്രധാന തൊഴിൽ കന്നുകാലി വളർത്തലായിരുന്നു. അതോടൊപ്പം കൃഷിയും ചെയ്തിരുന്നു. ബാർലി ആയിരുന്നു പ്രധാന വിള. കാലികളെ മേച്ചു നടന്ന ആര്യന്മാരുടെ കൂട്ടം ഗോത്രം എന്നറിയപ്പെട്ടു. ഇങ്ങനെയുള്ള ഓരോ ഗോത്രത്തിൻ്റെയും തലവൻ രാജൻ എന്നറിയപ്പെട്ടിരുന്നു. കന്നുകാലികൾക്ക് വേണ്ടി ഗോത്രങ്ങൾ തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്നു. ഗോത്രങ്ങളും ആര്യന്മാരല്ലാത്തവരും തമ്മിലും യുദ്ധം നടന്നിരുന്നു. കുതിരകളും ചെമ്പുകൊണ്ടും വെങ്കലം കൊണ്ടുമുള്ള ആയുധങ്ങളും ആര്യന്മാർക്കുണ്ടായിരുന്നു. ഓർത്തിവയ്ക്കുക, കുതിരകളും ചെമ്പുകൊണ്ടും വെങ്കലം കൊണ്ടുമുള്ള ഉപകരണങ്ങളും ആര്യന്മാർക്കുണ്ടായിരുന്നു. അവയുടെ സഹായത്താൽ ആര്യന്മാരല്ലാത്തവരെ അവർ കീഴടക്കി. കീഴടക്കപ്പെട്ടവർ ദാസന്മാരെന്നും ദസ്യുക്കളെന്നും അറിയപ്പെട്ടു. അവരുടെ കന്നുകാലികളെ ആര്യന്മാർ കൈക്കലാക്കി. ഇനി നമുക്ക് നമ്മുടെ വർക്ക്ഷീറ്റിലേക്ക് കടന്നാലോ. തുടർ പ്രവർത്തനം. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഋഗ്വേദകാല ജീവിതത്തെ ഹാരപ്പയിലെ ജീവിതവുമായി താരതമ്യം ചെയ്ത പട്ടിക പൂർത്തിയാക്കുക. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഋഗ്വേദകാല ജീവിതത്തെ ഹാരപ്പയിലെ ജീവിതവുമായി താരതമ്യം ചെയ്ത പട്ടിക പൂർത്തിയാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഹാരപ്പൻ സംസ്കാരം ഋഗ്വേദ കാലം,
എന്നിങ്ങനെ 2 പട്ടിക നൽകിയിട്ടുണ്ട്. ഉപകരണങ്ങൾ, മുഖ്യ തൊഴിൽ, മറ്റ് തൊഴിലുകൾ. ഇതാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഉപകരണം എന്തായിരുന്നു? ചെമ്പുകൊണ്ടും വെങ്കലം കൊണ്ടും ഉണ്ടാക്കിയവയാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഉപകരണങ്ങൾ. ഋഗ്വേദ കാലത്തിൻ്റെ ഉപകരണങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. എന്താണ്? ചെമ്പുകൊണ്ടും വെങ്കലം കൊണ്ടും ഉണ്ടാക്കിയവ തന്നെയാണ് ഋഗ്വേദ കാലത്തിലെ ഉപകരണങ്ങൾ. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ മുഖ്യ തൊഴിൽ കൃഷിയായിരുന്നു. ഋഗ്വേദ കാലത്തെ മുഖ്യ തൊഴിൽ കന്നുകാലി വളർത്തലായിരുന്നു. ഹാരപ്പൻ സംസ്കാരത്തിലെ മറ്റു തൊഴിലുകൾ എന്ന് പറയുന്നത് ഇഷ്ടിക നിർമ്മാണം, മൺപാത്ര നിർമ്മാണം, ആഭരണ നിർമ്മാണം, തുണി നെയ്ത്ത്, കച്ചവടം. ഋഗ്വേദ കാലത്തിൻ്റെയോ? കൃഷി. അവർ കന്നുകാലി വളർത്തൽ കൂടാതെ കൃഷിയും ചെയ്തിരുന്നു. Compare the social life of the Rigvedic period in that of the Harappa based on the indicators. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ടൂൾസ് എങ്ങനെയുള്ളതായിരുന്നു? മെയ്ഡ് വിത്ത് കോപ്പർ ആൻഡ് ബ്രോൺസ്. ഋഗ്വേദ കാലത്തിൻ്റെതും മെയ്ഡ് വിത്ത് കോപ്പർ ആൻഡ് ബ്രോൺസ്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ മേജർ ഓക്യുപ്പേഷൻ, പ്രധാന തൊഴിൽ അഗ്രികൾച്ചർ, കൃഷിയായിരുന്നു. ഋഗ്വേദിക് പീരീഡിൻ്റെ മേജർ ഓക്യുപ്പേഷൻ, പ്രധാന തൊഴിൽ കാറ്റിൽ റിയറിംഗ്, കന്നുകാലി വളർത്തൽ. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അതർ ഓക്യുപ്പേഷൻസ്, മറ്റ് തൊഴിലുകളാണ് ബ്രിക്ക് മേക്കിംഗ്, പോട്ടറി മേക്കിംഗ്, ജ്വല്ലറി മേക്കിംഗ്, വീവിംഗ്, ട്രേഡ്. ഋഗ്വേദിക് പീരീഡിൻ്റെ അതർ ഓക്യുപ്പേഷൻ, മറ്റ് തൊഴിലുകളാണ് അഗ്രികൾച്ചർ, കൃഷി. കൂട്ടുകാരെല്ലാവരും ഈ വർക്ക്ഷീറ്റ്, ഈ തുടർ പ്രവർത്തനം കംപ്ലീറ്റ് ആക്കുമെന്ന് വിശ്വസിക്കുന്നു. കൂട്ടുകാർക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. താങ്ക്